ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ HSST ഹിസ്റ്ററിയുടെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. പേഴ്സണലായിട്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് പിന്നീട് നമുക്കത് തുടരാൻ കഴിഞ്ഞില്ല. ഇന്നു മുതൽ HSST ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 1 ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ഭാഗമാണ്. നമ്മുടെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. ആ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ഭാഗത്ത് 12ഓളം ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വരുന്നത് ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി, സെക്കൻഡ് വൺ മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി, സെൻറ്റ് അഗസ്റ്റിൻ ആൻഡ് ഇബിൻ ഖൽദൂൻ, മൂന്നാമത് വരുന്നത് റെനെ ദെക്കാട്ടെ, ആൻഡി കാർട്ടീഷ്യൻസ്, ജിയാം ബാപ്റ്റ വിക്കോ, നാലാമത് വരുന്നത് എൻലൈറ്റ്മെൻറ്റ് ഹിസ്റ്റോറിയോഗ്രാഫി, റൊമാൻറ്റിസിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി, ദെൻ പോസിറ്റിവിസം, ആറാമതായി മാർക്സിസ്റ്റ് അപ്രോച്ചസ്, ക്ലാസിക്കൽ മാർക്സിസ്റ്റ്, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഹിസ്റ്ററി ഫ്രം ബിലോ, സ്ട്രക്ചറൽ മാർക്സിസം, ദെൻ ഏഴാമത് വരുന്നത് അനൽ സ്കൂൾ, ഒറിജിൻസ്, ജനറേഷൻസ്, ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസ്, എട്ടാമത് വരുന്നത് പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് ആണ്, ഒൻപതാമതായിട്ട് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രാഫി വരുന്നു, പത്താമതായിട്ട് വരുന്നത് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ് ഇൻ ഏർലി ഇന്ത്യ, ഇതിഹാസ്, പുരാണ ട്രഡീഷൻസ്, കാവ്യ ട്രഡീഷൻസ് ആൻഡ് ചരിതാസ്. പിന്നെ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ് ഇൻ മിഡീവൽ ഇന്ത്യ, സൽത്തനറ്റ്, മുഗൾ ഹിസ്റ്റോറിയോഗ്രാഫി, അതുപോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയാണ് അടുത്തതായിട്ട് വരുന്നത്. കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി, നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി, മാർക്സിസ്റ്റ് അപ്രോച്ചസ്, സബാൾട്ടേൺ സ്റ്റഡീസ്, ജനറൽ അപ്രോച്ചസ്. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക്, ഡിഗ്രിയുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് നോക്കാം. അതിൻ്റെ ഭാഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. അതായത് ഹിസ്റ്റോറിയോഗ്രാഫി ലിറ്റററി മീൻസ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. ഇറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ഓർ ദ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ്. അതായത് പഴയകാല എഴുത്തുകളുടെ അതിനെക്കുറിച്ചുള്ള ചരിത്രം, എന്തെല്ലാം എഴുത്തുകളാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്, അതായത് എഴുത്തെന്ന കല, അതിൻ്റെ ചരിത്രം എന്താണ് എന്നാണ് നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ പഠിക്കുന്നത്. ഹിസ്റ്റോറിയോഗ്രാഫി ടെൽസ് ദ ഹിസ്റ്ററി ഓഫ് സക്സസീവ് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഇറ്റ് ഹാസ് കം ടു ഇൻക്ലൂഡ് ദ ഇവല്യൂഷൻ ഓഫ് ദ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ് associated with the writings of history and the changing attitudes towards the nature of history itself. അതായത് ഹിസ്റ്റോറിയോഗ്രാഫി ടെൽസ് ദ സ്റ്റോറി ഓഫ് സക്സസീവ് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ. പരിണാമത്തിൻ്റെ വിജയകരമായ ഘട്ടങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഹിസ്റ്റോറിയോഗ്രാഫി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്, അതായത് എഴുത്തുകളുടെ വളർച്ചയെക്കുറിച്ചും എങ്ങനെയാണ് എഴുത്ത് രൂപപ്പെട്ട് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്, എഴുത്തുകളിൽ എന്തെല്ലാം പുരോഗമനമാണ്, ഓരോ കാലഘട്ടത്തിലെ എഴുത്തുകൾ എന്തെല്ലാമാണെന്നെല്ലാം ഹിസ്റ്റോറിയോഗ്രാഫി നമ്മളോട് പറഞ്ഞു തരുന്നു. ഇറ്റ് ഹാസ് കം ടു ഇൻക്ലൂഡ് ദ ഇവല്യൂഷൻ ഓഫ് ദ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ് അസോസിയേറ്റഡ് വിത്ത് ദ റൈറ്റിംഗ്സ് ഓഫ് ഹിസ്റ്ററി. അതായത് ഇവല്യൂഷൻ ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ ഇവല്യൂഷൻ, അതായത് പരിണാമം, and techniques associated with the writings of history and the changing attitudes towards the nature of history itself. അതായത് ഹിസ്റ്ററിയുടെ ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ്, മാറ്റങ്ങൾ, അതിനോടുള്ള സമീപനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്നും മനസ്സിലാവും. അൾട്ടിമേറ്റ്ലി ഇറ്റ് കംപ്രൈസസ് ദ സ്റ്റഡി ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻസ് സെൻസ് ഫോർ ദ പാസ്റ്റ്. അതായത് അന്തിമമായിട്ട് മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ്, മാൻ സെൻസ് ഫോർ ദ പാസ്റ്റ്, അതായത് പഴയ ആദ്യകാലങ്ങളിലുള്ള മനുഷ്യൻ്റെ വിവിധ എല്ലാ മേഖലയിലുമുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡി
അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള അതിൻ്റെ രേഖപ്പെടുത്തലുകളെ കുറിച്ച് ഉള്ള ചരിത്രമാണ് ഏത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ. There has been differences in the nature and quality as well as the quantity of historical literature in the different ages and among different peoples. അതായത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസങ്ങളുണ്ട്. വിവിധ കാലഘട്ടങ്ങളിലുള്ള വിവിധ ജനങ്ങൾക്കനുസരിച്ച് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ അതിൻ്റെ രചനകൾക്കും അതിലുണ്ടാക്കിയ മൂല്യങ്ങൾക്കും അതിൻ്റെ ആ രചനകൾക്കുള്ള മഹത്വങ്ങൾക്കും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. These differences have generally reflected changes in social life and beliefs and the presence or absence of a sense of history. അതായത് ഈ മാറ്റങ്ങൾ ജനറലി റിഫ്ലക്റ്റഡ്, അതെന്ത് ചെയ്യാൻ തുടങ്ങി, പ്രതിഫലിക്കാൻ തുടങ്ങി. ചേഞ്ചസ് ഇൻ സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതത്തിൻ്റെ മാറ്റങ്ങളിൽ അത് പ്രകടമാകാൻ തുടങ്ങി. ആൻഡ് ബിലീവ്സ്, വിശ്വാസങ്ങളിലും. ആൻഡ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ സെൻസ് ഓഫ് ഹിസ്റ്ററി, അതായത് ചരിത്രത്തിൻ്റെ പ്രസൻസും ആബ്സെൻസും ഉള്ള കാലഘട്ടം ഇല്ലാത്ത കാലഘട്ടം, ആ കാലത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. ദ സ്പിരിറ്റ് ദാറ്റ് മൂവ്ഡ് ദ ഗ്രീക്ക് ആൻഡ് റോമൻ ഹിസ്റ്റോറിയൻസ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് വിച്ച് ഇൻസ്പയർഡ് ദ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയൻസ് ഓഫ് ദ മിഡിൽ ഏജസ്. ഈ ഒരു സ്പിരിറ്റ് ദാറ്റ് മൂവ്ഡ് ദ ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയൻസ് വാസ് ഡിഫറെൻറ്റ് ഫ്രം, അതായത് ഈ ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയൻസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് ക്രിസ്ത്യൻ ഹിസ്റ്റോറിയൻസ്, ആ മധ്യകാലഘട്ടത്തിലെ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ദ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ഓഫ് ഇറ്റാലിയൻ റിനൈസൻസ്, particularly that of Machiavelli, represented a harsh reaction to religious influence in history writing. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇറ്റാലിയൻ നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട റൈറ്ററായിരുന്നു ആര്? നമ്മുടെ മാക്കിയവല്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളിൽ മതപരമായിട്ടുള്ള സ്വാധീനം അത് പ്രകടമായിട്ടുണ്ട്. ഇറ്റാലിയൻ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പതനവും അതിനുശേഷം ഉണ്ടായ നവോത്ഥാന കഥകളൊക്കെ നമുക്ക് പറയാനുണ്ട്. നമുക്ക് നവോത്ഥാനത്തിൻ്റെ ഭാഗം എടുക്കുമ്പോൾ പറയാം. ദ റിയാക്ഷൻ റീച്ച്ഡ് ഇറ്റ്സ് ക്ലൈമാക്സ് ഇൻ ദ ഹിസ്റ്റോറിയൻസ് ഓഫ് ദ എൻലൈറ്റ്മെന്റ്, വോൾട്ടയർ, ഗിബ്ബൺ, ഹ്യൂം ആൻഡ് റോബർട്ട്സൺ. ഇവരുടെ കാലഘട്ടത്തിലാണ് അതിൻ്റെ ആ ഒരു മാക്സിമം ഇതിലേക്ക് എത്തുന്നത്. ദ പേസ് ഓഫ് ചേഞ്ച് ഹാസ് ബീൻ ഗ്രേറ്റർ ever since as the study of the past has increasingly come under the influence of manifold ideas. The pace of change has been greater. ഈ ഒരു മാറ്റം ഗ്രേറ്റർ എവർ സിൻസ് ആസ് എ സ്റ്റഡി ഓഫ് പാസ്റ്റ്, അതായത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള അവരുടെ പഠനത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റം ഹാസ് ഇൻക്രീസിംഗ്ലി കം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മാനിഫോൾഡ് ഐഡിയാസ്. അതവരിൽ പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനും പഴയ കാലത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും കഴിഞ്ഞു. ഹിസ്റ്റോറിയോഗ്രാഫി ആസ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി ട്രേസസ് ദീസ് ചേഞ്ചസ് ത്രൂ ദ സെഞ്ചുറീസ്. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആസ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി, ഹിസ്റ്ററിയുടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ട്രേസസ് ദീസ് ചേഞ്ചസ് ത്രൂ ദ സെഞ്ചുറീസ്, അത് കാലങ്ങൾ കൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്. വൈൽ ഹിസ്റ്ററി പ്രോപ്പർ ഈസ് ഹിസ്റ്റോറിയൻസ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ പാസ്റ്റ്, അതായത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഹിസ്റ്റോറിയൻസിൻ്റെ റീകൺസ്ട്രക്ഷനാണ് ഹിസ്റ്റോറിയോഗ്രാഫി. അതാണ് ഹിസ്റ്ററി. അതായത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഹിസ്റ്റോറിയൻസ് എഴുതുന്നതാണ് ഹിസ്റ്ററി. എന്നാൽ ഹിസ്റ്റോറിയോഗ്രാഫി പറയുന്നത് എന്താണ്? അത് മാവിക്കിൻ്റെ അഭിപ്രായത്തിൽ ഈസ് റിയലി ദ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്റോറിക്കൽ തോട്ട്, അതായത് ചരിത്രപരമായ ചിന്തയെക്കുറിച്ചുള്ള ഹിസ്റ്ററിയാണ് ഏത്? ഹിസ്റ്റോറിയോഗ്രാഫി. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ തിയറി ഓർ പ്രാക്ടീസ് ഓഫ് ഹിസ്റ്ററി. അതെന്ത് മാത്രമല്ല, തിയറി മാത്രമല്ല, അത് പ്രാക്ടീസ് കൂടിയാണ്. ഇറ്റ് ബിഗാൻ വിത്ത് ദ ഏർലി കോമ്പോസിഷൻസ് ഓഫ് അഡ്വാൻസ്ഡ് ലിറ്ററേറ്റ് പീപ്പിൾസ് ലൈക്ക് ദ ഗ്രീക്സ് ആൻഡ് ചൈനീസ് ഓഫ് ancient times, when however the absence of a system of chronology and method of criticism made the historians' task extremely difficult and uncertain.
അതായത് ഇറ്റ് ബിഗാൻ വിത്ത് ഏർലി കോമ്പോസിഷൻസ് ഓഫ് അഡ്വാൻസ്ഡ് ലിറ്ററേച്ചർ പീപ്പിൾ ലൈക്ക് ഗ്രീക്സ്. അതായത് മുമ്പുണ്ടായിരുന്ന ഗ്രീക്കിലും ചൈനയിലും ഒക്കെയാണ് ഇതിൻ്റെ ഏർലി കോമ്പോസിഷൻസ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അഡ്വാൻസ്ഡ് രൂപമാണ്. The absence of a system of chronology, method of criticism made the historian's task extremely difficult and uncertain. അതായത് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് രൂപമാണ് നമുക്ക് ഇന്നുള്ള ഹിസ്റ്റോറിയോഗ്രാഫിയിലുള്ളത് അല്ലേ. ഇറ്റ് ബിഗാൻ വിത്ത് ഏർലി കോമ്പോസിഷൻസ് ഓഫ് അഡ്വാൻസ്ഡ് ലിറ്ററേച്ചർ പീപ്പിൾ. അതായത് നേരത്തെ അക്ഷരജ്ഞാനം നേടിയ ജനങ്ങളാണ് ഗ്രീക്സ് ആൻഡ് ചൈനീസ് പീപ്പിൾ. അപ്പോൾ അവരിൽ നിന്നുള്ള അതിൻ്റെ തുടർച്ചയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഫ്രം ദോസ് ക്രൂഡ് ബിഗിനിങ്സ് ഹിസ്റ്ററി റൈറ്റിംഗ്സ് ഹാസ് മെയ്ഡ് ട്രമൻഡസ് സ്ട്രൈഡ്സ് ടുവേർഡ്സ് ദ കോംപ്ലക്സ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻ അവർ ഓൺ ടൈംസ്. അതായത് അത്തരത്തിലുള്ള ഒരു ബിഗിനിങ്സിൽ നിന്നും ഇന്ന് നമ്മുടെ കാലഘട്ടമായപ്പോഴത്തേക്കും ട്രമൻഡസ് ചേഞ്ചസ്, കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന മേഖലയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എ യുണീക്ക് ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി, the study of historiography, says Marwick, is of particular value to researchers and professionals, primarily to any important historical endeavor, but of only remote concern to the branch of history. The study of historiography, says Marwick, is of particular value to researchers and professionals. റിസർച്ചേഴ്സിനും പ്രൊഫഷണൽസിനും ഒരു പ്രത്യേക പ്രാധാന്യം നൽകുന്ന ഒരു മേഖല തന്നെയാണ് ഇത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ. എ പ്രിലിമിനറി ടു എനി ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ എൻഡവർ, എന്തൊരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എന്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിനും, ബട്ട് ഓഫ് ഓൺലി റിമോട്ട് കൺസേൺ ടു ജനറൽ റീഡർ. അതായത് അതിനുവേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എ യുണീക്ക് ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നതാണ്. By holding up models of how history has been written through the centuries, it guides the research scholar and professional historian. അതായത് ഈ by holding up models of how history has been written through the centuries, അതായത് കാലാകാലങ്ങളായി ഇങ്ങനെ എഴുതി ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കുന്ന മോഡൽസ്, ഇറ്റ് ഗൈഡ്സ് ദ റിസർച്ച് സ്കോളർ, ഇത് റിസർച്ച് സ്കോൾക്ക് ഒരു സഹായമാകുന്നു. ആൻഡ് പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസിനും ഒരു സഹായമായി മാറുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ്സ് ഇൻ ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? ദ ഹിസ്റ്ററി റൈറ്റിംഗ് വാസ് അണ്ടർടേക്കൻ വിത്ത് സെൽഫ് കോൺഷ്യസ് ഡെലിബറേഷൻ ആൻഡ് വിത്ത് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് അല്ലേ. അതായത് ഇതിന് അതിൻ്റെതായ കുറേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ദീസ് കുഡ് ഇൻക്ലൂഡ് പ്രിസർവിങ് മെമ്മറീസ് ഓഫ് വാട്ട് വേർ റിഗാർഡ് ആസ് ഗ്രേറ്റ്, സ്പെക്ടാക്കുലർ ഓർ സിംപ്ലി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. അതിന് അതായത് മെമ്മറീസ്, നമ്മൾ എന്തൊക്കെയാണോ ഓരോ കാലഘട്ടത്തിൽ നടന്നുള്ള കാര്യങ്ങളെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഒരു സോഴ്സായിരുന്നു. ഓൾമോസ്റ്റ് ഇനെവിറ്റബിളി warfare and battles dominate the narratives, yet other goals are also explicitly and sometimes implicitly articulated. Most of the writers state their objectives and outset. കുറേയധികം ചരിത്രകാരന്മാർ അതിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്നത്തെ റിസർച്ചേഴ്സ് ആയിട്ടുള്ള ഹെറഡോട്ടസ്, ഹാലികർണസിലെ ഹെറഡോട്ടസ്, അദ്ദേഹത്തിൻ്റെ പബ്ലിഷേഴ്സിൽ പ്രിസർവിങ് ഫ്രം ഡീക്കേ ദ റിമെമ്പറൻസ് ഓഫ് വാട്ട് മെൻ ഹാവ് ഡൺ, എന്താണ് മനുഷ്യനെ എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെ മനുഷ്യൻ ചെയ്തിരുന്നുള്ളതിനുള്ള റിമെമ്പറൻസ് ആണ്. ആൻഡ് പ്രിവെൻറ്റിങ് ദ ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ ആക്ഷൻസ് ഓഫ് ഗ്രീക്സ്, ഗ്രീക്കുകാരുടെയും ബാർബേറിയൻസിൻ്റെയും വണ്ടർഫുൾ ആക്ഷൻസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, തടഞ്ഞു നിർത്താതെ നശിക്കാതെ നോക്കുക. ഫ്രം ലോസിങ് ദർ ഡ്യൂ നീഡ് ഓഫ് ഗ്ലോറി, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് മഹത്വത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്, അതിനെ സംരക്ഷിച്ച് നിർത്തുക. ആൻഡ് ടു പുട്ട് ഓൺ റെക്കോർഡ് വാട്ട് വെർ ദേ ഗ്രൗണ്ട് ഓഫ് ഫ്യൂഡ്, അതായത് ആ കാലഘട്ടത്തെ ഫ്യൂഡ്സിൻ്റെ അവസ്ഥകൾ എന്തായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തി വെക്കുക. അതായിരുന്നു അന്നത്തെ ഒബ്ജക്റ്റീവ്സ്. ദ അഥീനിയൻസ് ഇൻ പാർട്ടിക്കുലർ, he recognizes the heroism of Persians as well as the Spartans. അതായത് സ്പാർട്ടക്കാരും പേഷ്യൻസും തമ്മിലുള്ള സമരത്തിൻ്റെ ഹീറോയിസം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അഥീനിയൻസ് ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് വാസ് റിഗാർഡഡ് ആസ് ബീയിങ് വർത്തി ഓഫ് മെമ്മറൈസേഷൻ.
was a great war and its outcome. അതായത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളും അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ടുകളെയും ഒക്കെ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അഥീനിയൻസ് ഹിസ്റ്റോറിയോഗ്രാഫി ഉപയോഗപ്പെടുത്തിയത്. ഇൻ എ സെൻസ് ദിസ് പെർസ്പെക്റ്റീവ് വാസ് ഷെയർഡ് ബൈ തൂസിഡൈസിസ്, whose accounts begins as follow. Thucydides and Athenian wrote history of the war between Peloponnesian and Athenians. അതായത് പെലപ്പനേഷ്യൻസും അഥീനിയൻസും തമ്മിലുള്ള വാറിനെ കുറിച്ച് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവർ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടായിരുന്നത്. ബിഗിനിങ് അറ്റ് എ മൊമെന്റ് ദാറ്റ് ഇറ്റ് ബ്രോക്ക് ഔട്ട് ആൻഡ് ബിലീവിംഗ് ദാറ്റ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് വാർ ആൻഡ് മോർ വർത്തി ഓഫ് റിലേഷൻ ദാൻ എനി ദാറ്റ് ഹാഡ് പ്രിസൈഡഡ്. അതായത് ആ കാലഘട്ടത്തിലുള്ള വാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരസ്പരം ഉണ്ടാകുന്ന യുദ്ധത്തിൻ്റെ കഥകൾ മാത്രമല്ല, അവിടെ സാംസ്കാരിക കൈമാറ്റങ്ങളുടെ കഥ, സാമൂഹിക ഇടപെടലുകളുടെ കഥ എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ദിസ് ഫോക്കസ് ഓൺ ഹിസ്റ്ററീസ് ഓഫ് വാർഫെയർ ക്യാരക്ടറൈസ്ഡ് വർക്ക്സ് ഓഫ് ലിവി ആൻഡ് ടാസിറ്റസ്. ലിവിയുടെയും ടാസിറ്റസിൻ്റെയും യുദ്ധ കഥകൾ അതും ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഭാഗമാണ്. At one level, this may not seem surprising given that the expansion of Roman Empire was inevitably marked by warfare which was duly memorialized. എന്ന് പറഞ്ഞാൽ at one level this may not seem surprising given that expansion of Roman Empire. അത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ റോമൻ എംപയറിൻ്റെ എക്സ്പാൻഷനെ കുറിച്ചുള്ള കഥകളും ഇനെവിറ്റബിളി മാർക്ക് വാർഫെയറിനെ കുറിച്ചുള്ള കഥകളും പിന്നെ അതൊക്കെ ഓർത്തു വെക്കുക എന്നുള്ളതായിരുന്നു. വൈൽ കസ്റ്റമർലി റിഗാർഡിംഗ് ദ അഗസ്റ്റൻ ഏജ്, അതായത് അഗസ്റ്റൻ ഏജ് വന്നപ്പോഴത്തേക്കും ദ ഡേ ഓഫ് റോമൻ ഇമ്പീരിയലിസത്തിൻ്റെ കാലഘട്ടമാണ്, അതായത് സാമ്രാജ്യത്വവാദത്തിൻ്റെ കാലഘട്ടമാണ് അഗസ്റ്റൻ ഏജ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ദീസ് കണ്ടംപററി റൈറ്റേഴ്സ് വോയിസ് ഓഫ് സെൻസ് ഓഫ് ഡിസ്കംഫർട്ട് ആൻഡ് ഈവൻ agony ആൻഡ് വാസ് perceived to be state of decline. ഓക്കെ, ആ ഒരു കാലം വന്നപ്പോഴത്തേക്കും ആ ഒരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും അവിടുത്തെ മതപരമായ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ തകർച്ചയെക്കുറിച്ചുമൊക്കെ രചനകളിൽ വരാൻ തുടങ്ങി. The preoccupation with military activities in a somewhat different context is evident in the work of Tacitus as well. അതായത് ടാസിറ്റസിൻ്റെ വർക്കുകളും മിലിറ്ററി ആക്ടിവിറ്റീസുമായി റിലേറ്റഡ് ആയിരുന്നു. ടാസിറ്റസ് വാസ് നോട്ട് സിംപ്ലി അറ്റംപ്റ്റിംഗ് ടു valorize marital heroes. He was also, if not more concerned with offering a critique of contemporary situation. He was also actually conscious that what he documented might seem insignificant. Both Livy and Tacitus regarded their work as educative. The former argued what chiefly makes the study of history wholesome and profitable is this, that in history you have a record of infinite variety of human experience plainly set out for all to see, and in that record you can find for yourself and your country both examples and warning. ഇപ്പം ലിവിയുടെയും ടാസിറ്റസിൻ്റെയും ഒക്കെ കാലം വന്നപ്പോൾ മിലിറ്ററി കഥകൾ, സൈനികരുടെ കഥകൾ ഹിസ്റ്ററിയിൽ കടന്നുകൂടാൻ തുടങ്ങി, എഡ്യൂക്കേറ്റീവായിട്ടുള്ള സോഴ്സസായി മാറാൻ തുടങ്ങി. Then writers like Tacitus are far more cautious in their accounts the fabulous. This is evident for insistence in his beliefs, digression, the fable. The bird called Phoenix after long succession of war appeared in Egypt and furnished most of learned men of the country and Greece with abundant matter for the discussion of the marvelous phenomenon. അതായത് ടാസിറ്റസ് മോർ കോഷ്യസ് ഇൻ ദർ അക്കൗണ്ട്സ്, ദ ഫാബുലസ്, അതായത് അവരുടെ അക്കൗണ്ട്സിൽ ഭയങ്കര കോഷ്യസ് ആയിരുന്നു. ദിസ് ഈസ് എവിഡൻറ്റ് ഫോർ ഇൻസ്റ്റൻസ് ഇൻ ഹിസ് ബ്രീഫ് ഡിഗ്രഷൻ, ദ ഫാബിൾസ്.
അവരുടെ എഴുത്തുകളിലൊക്കെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ദ ബേർഡ് കോൾഡ് ഫോണിക്സ്. ഫോണിക്സ് എന്ന് പറഞ്ഞ ഒരു പക്ഷി ആഫ്റ്റർ ലോങ് സക്സഷൻ ഓഫ് ഏജസ്, അതായത് ആ ഒരു കാലഘട്ടത്തിന് അപ്പിയേർഡ് ഇൻ ഈജിപ്തിൽ ആ ഒരു എന്താ പറയുക ലോങ് സക്സഷൻ പീരീഡ് കഴിഞ്ഞപ്പോൾ ആൻഡ് ഫേർണിഷ്ഡ് മോസ്റ്റ് ലേൺഡ് മെൻ, കുറേ അഭ്യസ്തവിദ്യരായ ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ലേൺഡ് മെൻ ഓഫ് ദാറ്റ് കൺട്രി ആൻഡ് ഓഫ് ഗ്രീസിലെയും ഈജിപ്തിലെയും കുറേ അഭ്യസ്തവിദ്യരായ ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അന്നുണ്ടായിട്ടുള്ള ആ ഒരു മാർവലസ് ഫിനോമിനെ കുറിച്ച് ടാസിറ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് മൈ വിഷ് ടു മേക്ക് നോൺ ഓൾ ഓൺ വിച്ച് ദ ഏജ് സെവറൽ തിങ്സ് ക്വസ്റ്റനബിൾ ഇനഫ് ഇൻഡീഡ് ബട്ട് നോട്ട് ടു അബ്സേർഡ് ടു ബി നോട്ടീസ്ഡ്, അല്ലേ? അപ്പോൾ അദ്ദേഹം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ജനങ്ങൾക്കൊക്കെ അറിവ് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആസ് ടു ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് ലിവ്സ് ദർ ആർ വേരിയസ് അക്കൗണ്ട്സ്, വിവിധ രേഖകളിൽ അത് നിലനിൽക്കുന്നു. ദ ജനറൽ ട്രഡീഷൻസ് സേസ് 500 years, അതായത് ആ ജനറൽ ട്രഡീഷൻസൊക്കെ 500ഓളം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു. സം മെയിൻറ്റെയിൻ ദാറ്റ് ഇറ്റ് സീൻ at intervals and 1461 years, but all antiquity of the course obscure, അതായത് ഇത് നിലനിൽക്കുന്നുണ്ട് അല്ലേ, വർഷങ്ങളോളം ഇപ്പോഴും നിലനിന്ന് പോവുകയാണ്. അതിനെ ചില മഹാൻ വ്യക്തിത്വങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ്റെ സോഴ്സാണ്. അടുത്തതിൽ വരുന്ന ഗ്രീക്കോ റോമൻ ട്രഡീഷൻ്റെ സോഴ്സാണ്. നമ്മൾ ഒബ്ജക്റ്റീവ്സാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഗ്രീക്കോ റോമൻ ട്രഡീഷൻസിൻ്റെ സോഴ്സസുമായിട്ട് എൻ്റെ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലാസ് റിവൈസ് ചെയ്ത് കേട്ട് മനസ്സിലാക്കുക. നമ്മുടെ എക്സാമിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.